ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിവിടെ സുഖമാണ്. ഇന്നത്തെ നമ്മുടെ ഇവിടെ ഒരു കൊച്ചു വീഡിയോ ആണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കോഴിയാണോ നമ്മൾ കൊടുക്കണ ലാഭം കിട്ടുക എന്ന് വെച്ചാൽ നമ്മൾ ബിസിനസ്സായിട്ട് ചെയ്യുമ്പോഴേക്കും വീടുകളിൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കൂടുതലായിട്ട് മെച്ചം എന്തിനാണ്? മുട്ട കൊടുക്കണതാണോ നമുക്ക് മെച്ചം, അതോ കുഞ്ഞുങ്ങളെ കൊത്തിച്ച് കുഞ്ഞുങ്ങളെ കൊടുക്കണതാണോ മെച്ചം നോക്കാം. കോഴിമുട്ട എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വീടുകളിലാണെങ്കിലും ആരെങ്കിലും വാങ്ങിക്കണമെങ്കിൽ 7 രൂപ 8 രൂപയാണ് നമുക്ക് വില. നമ്മൾ ഇവിടെ 7 രൂപയ്ക്ക് 8 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. സാധാരണ ആ കോഴിമുട്ട നമ്മൾ കോഴിക്ക് തന്നെ അടവെച്ച് കുഞ്ഞുങ്ങളായിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ആ കുഞ്ഞിന് നമുക്ക് 100 രൂപ നാടൻ കോഴിക്ക് ഡിമാൻഡ് ഉണ്ട് മാർക്കറ്റിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ കോഴിക്കുഞ്ഞിന് 100 രൂപ 150 രൂപ വരെയൊക്കെ കിട്ടും. ഏകദേശം ഏറ്റവും കുറഞ്ഞത് 80 രൂപയെങ്കിലും കിട്ടാതിരിക്കില്ല. അപ്പോൾ നമുക്ക് ഏതാ മെച്ചം? കോഴിമുട്ടേനേക്കാൾ ബിസിനസ്സിന് ഏറ്റവും നല്ലത് കോഴിക്കുഞ്ഞിനെ വിരിയിച്ച് കൊടുക്കുന്നതാണ് അല്ലേ? അപ്പോൾ അതാ ഇതുപോലെ കുറേ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിയിച്ചെടുത്തിട്ട് നമുക്ക് അടുത്തുള്ള ഷോപ്പുകളിൽ കൊടുക്കാം, പെറ്റ് ഷോപ്പുകളിൽ തന്നെ കൊടുക്കാം. ഇപ്പം നമുക്ക് ഒരുപാട് കോഴികളൊന്നുമില്ല, മുട്ട ഒന്നും ഇല്ലാന്നെങ്കിലും ഒരു 5-6 കോഴി മതി. നമുക്കൊന്ന് വീട്ടിൽ ഒരു 5 കോഴിയൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്കൊരു കുറച്ച് കോഴികളെ കൊത്തിച്ച് അവർക്ക് കടയിലൊക്കെ ഒരു മാസത്തിൽ ഒരു 5-6 കോഴി വെച്ച് കൊടുക്കുക. നമുക്കൊരു ചെറിയൊരു വരുമാനം നേടാം. അപ്പോൾ ചെറുതായിട്ട് തുടങ്ങണവർ, വലിയ ഫാമിലി ചെയ്യണ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ചെറുതായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കോടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചെറിയൊരു വരുമാന മാർഗം കൂടി ആകും എന്ന് കരുതിയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് പൈസക്ക് എല്ലാവർക്കും അത്യാവശ്യമാണ്. അപ്പോൾ ആരെയും മുമ്പിൽ പോയി കൈ നീട്ടണ്ടല്ലോ. നമുക്ക് വീട്ടിൽ നിന്ന് നമുക്ക് ജോലിയൊന്നും ഇല്ലാത്ത വീട്ടമ്മമാർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിലും സ്ഥലമുള്ളവരൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് ചെയ്യാം. സ്ഥലം ഇല്ലാത്തവർക്ക് ചെറിയ ഒരു ഏരിയയിലൊക്കെ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യുക. അത് ഒരുപാട് പേർക്ക് സൗകര്യങ്ങളുണ്ടാവില്ല, ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ സൗകര്യങ്ങളില്ലാണ്ടായി പോവും. പക്ഷെ സൗകര്യമുള്ളവർ ആ സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കിയെടുത്ത് നമ്മളതുപോലെ തന്നെ ഒരു 5-6 കോഴീനെയൊക്കെ വളർത്തി അല്ലെങ്കിൽ താറാവിനെയൊക്കെ വളർത്തി എൻ്റെ മുട്ട കൊടുക്കണമെങ്കിൽ നമുക്ക് മുട്ട തൊട്ടയൽക്കാർക്ക് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് മുട്ട നമ്മുടെ സ്ഥിരമായിട്ട് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ഒരുപാട് പേര് തിരക്കി വരും. നമുക്കിവിടെ തന്നെ ഒരുപാട് വരും, പക്ഷെ ആർക്കും കൊടുക്കാൻ നമുക്ക് പലപ്പോഴും ഉണ്ടാവാറില്ലല്ലോ. അപ്പോൾ എപ്പോഴും 2-3 പേര് 10, 20, 30 വെച്ച് ചോദിച്ചാൽ തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ നമ്മളിപ്പോൾ കുറച്ചായിട്ട് നിർത്തി വെച്ചേക്കായിരുന്നു. ഇനി നമുക്ക് രണ്ടാമത് തുടങ്ങണം. അത് നമ്മൾ കൂടുതലും കോഴിക്കുഞ്ഞുങ്ങളെ കൂടുതലായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഇൻക്യുബേറ്റർ ഉണ്ട്. ഇൻക്യുബേറ്ററിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വെക്കും. അപ്പോൾ ഇൻക്യുബേറ്ററിൽ വെച്ചിട്ട് ലൈറ്റൊക്കെ ഇട്ട് സെറ്റപ്പ് ചെയ്തിട്ട് നമുക്ക് കോഴിക്കുഞ്ഞുങ്ങൾ കൂടുതലായിട്ടും എടുക്കുന്നത്. എന്നുവെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കോഴീനെ അടവെച്ച് വരുമ്പോൾ കോഴിക്ക് ക്ഷീണം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇൻക്യുബേറ്ററിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് യാതൊരുവിധ പ്രോബ്ലം ഉണ്ടാവാറില്ല കേട്ടോ. ഇപ്പം ഞങ്ങൾക്ക് അനുഭവമാണ്. ഞങ്ങൾ കൊതിച്ചിറക്കിയ കുഞ്ഞുങ്ങൾക്കൊന്നും ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. നല്ല ഹെൽത്തിയായ കോഴിക്കുഞ്ഞിനെ ഉണ്ടായിരിക്കണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.